പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10-ാം മാസത്തിൻ്റെ 21-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിനായി നമുക്ക് സമയത്തെ വേർതിരിക്കാം. യെശയ്യാ പ്രവാചകൻ 26-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പി. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തമെന്ന പേരിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ പലപ്പോഴും സങ്കുചിത മനോഭാവമുള്ളവരായിരുന്നു. മറ്റൊരു മതത്തെയോ ജാതിയെയോ യഹൂദർ അംഗീകരിക്കുന്നില്ല. യഹൂദന്മാർക്കൊഴികെ മറ്റാർക്കും ആത്മരക്ഷ ഇല്ലെന്ന് യഹൂദൻ വിശ്വസിക്കുന്നു. ജാതികളെ വെറും നായ്ക്കളായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത്. അവരുടെ ആലയത്തിൽ അന്യർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അവരോട് ദൈവം കൽപ്പിക്കുന്നത് വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി. എന്നാൽ മുഖപക്ഷം കാണിക്കുകയും എളിയവരെ അവഗണിക്കുകയും ചെയ്യുന്നത് പാപമാണെന്ന് വചനം പറയുന്നു. എന്നാൽ ഇന്ന് നാം കണ്ടുവരുന്നത് സമ്പത്തും കഴിവുമുള്ളവരെ അംഗീകരിക്കുകയും സഹായിക്കുകയും കഴിവില്ലാത്തവരെ അവഗണിക്കുകയും ചെയ്യുന്നതാണ്. എത്രയോ സാധുക്കൾ സ്വന്തം ഭവനമില്ലാതെ ഈ ഭൂമിയിൽ ഭാരപ്പെടുന്നു. വാടക വീടുകളിൽ താമസിച്ചുകൊണ്ട് വാടക പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ എത്രയോ പേർക്ക് അറിയുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയാതെ കരയുന്ന എത്രയോ മാതാപിതാക്കൾ. പ്രിയ ദൈവവേദനയെ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത മനസ്ഥിതി ദൈവം അംഗീകരിക്കുന്നില്ല. എല്ലാ മനുഷ്യരുമായി സഹകരിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇയ്യോബ് പറയുന്നു, പരദേശി തെരുവീഥിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. കള്ളന്മാർ ചെയ്യുന്നത് പോലെ കർത്താവ് ഒരു വാതിലും കുത്തിത്തുറക്കുകയില്ല. ആരെ കൊണ്ടും നിർബന്ധിച്ച് വാതിൽ തുറന്നകത്തു പ്രവേശിക്കുകയുമില്ല. നാം കർത്താവിനെ നിറഞ്ഞ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്വീകരിച്ചാൽ മാത്രമേ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. തൻ്റെ മക്കളുടെ പലവിധമായ ആവശ്യങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം പലപ്പോഴും തുറന്നു കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിലാണ് ദൈവം അധികവും പ്രവർത്തിക്കുന്നത്. തൻ്റെ അടുക്കൽ വ്യവസ്ഥ പ്രകാരം വരുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇന്നും തുറക്കും. ആമേൻ. വചനം അനുസരിക്കുന്ന ഭക്തന്റെ മുമ്പിൽ മറ്റെല്ലാ വാതിലുകളും അടയുമ്പോൾ ഒരിക്കലും അടയപ്പെടാത്തതും ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതുമായ വാതിൽ ദൈവം തുറക്കുവാൻ അവൻ ശക്തനാണ്. മനുഷ്യർ എത്ര ശക്തമായും സുരക്ഷിതമായും നമ്മുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചാലും അത് തുറന്ന് തരുവാൻ ദൈവം ശക്തനാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ എന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ ഒരു വാതിലിനും അത് അനുസരിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഞാൻ പ്രവർത്തിക്കും, ഞാൻ സ്തോത്രം, ആരത് തടുക്കുമെന്നുമാണ് ദൈവം ചോദിക്കുന്നത്. ആകയാൽ പ്രിയ ദൈവവൈതലേ, നാം തുറക്കേണ്ട അധരവാതിലുകൾ ഇന്ന് പ്രഭാതം സ്വർഗത്തിലേക്ക് നോക്കി തുറക്കുകയാണെങ്കിൽ നമ്മുടെ അധരവാതിലുകൾ തുറക്കുമ്പോൾ ദൈവം തൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കുവാനിടയാകും. തൻ്റെ കരുണയുടെയും നന്മയുടെയും വാതിലുകൾ ഇന്ന് പ്രഭാതം നമുക്കായി തുറക്കുവാനിടയാകും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതെ പ്രിയ ദൈവവേദനേ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ മുന്നിൽ അടയപ്പെട്ട വാതിലുകൾ ഈ പ്രഭാതം തുറക്കപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിന് വേണ്ടി അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച ഒരു കൂട്ടം ദൈവമക്കൾ. എന്നാൽ ദൂതനിറങ്ങി പത്രോസിന് വേണ്ടി കാരാഗ്രഹവാതിലുകളും പട്ടണവാതിലും തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കാമോ? കണ്ണുകളെ ഈ പ്രഭാതം അടയ്ക്കാം. അധരവാതിലുകൾ തുറക്കട്ടെ. ദൈവസന്നിധി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.
നിന്റെ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവകരം ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാനിടയാകും. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതിയിൽ പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ഫലവിധമായ പ്രതികൂലങ്ങളുടെ നടുവിൽ, ആവശ്യങ്ങളുടെ നടുവിൽ, രോഗബലഹീനതയുടെ നടുവിൽ, കർത്താവേ സ്തോത്രം, കണ്ണുനീരിൻ്റെ നടുവിൽ ആമേൻ ഒരു വാതിൽ തുറക്കുവാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, ആമേൻ ദൈവകുഞ്ഞുങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം സ്വർഗം വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആമേൻ കരമെന്ന് പകൽക്കാലം കർമ്മേലിൽ ഒരു കരം ആമേൻ കർത്താവേ ഏലിയാവിന് വേണ്ടി വെളിപ്പെട്ടതുപോലെ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ആമേൻ സ്തോത്രം ഒരു കരം തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ഒരു സന്തോഷത്തിൻ്റെ പ്രഭാതമായി മാറട്ടെ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ എത്രയോ പേർ കർത്താവേ ഞങ്ങളുടെ മുന്നിൽ ആമേൻ ഇനി 6 വാതിൽ തുറക്കും. ആമേൻ സ്തോത്രം. അനേകരുടെ മുന്നിൽ പല വാതിലുകളും, മാനുഷിക വാതിലുകൾ കൊട്ടി അടച്ച് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നീ ഒരിക്കലും തുറക്കുകയില്ല എന്ന് വാദിച്ചു നിൽക്കുമ്പോൾ സ്വർഗം ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും സ്വർഗം കേട്ട് ആമേൻ വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സമാധാനവും സന്തോഷവും പകരണം. നീതിയുടെ കരം വെളിപ്പെടണം. സ്വർഗം അത്ഭുതം ചെയ്യണം. മകത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ പ്രഭാതം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.